അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹധന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരികയാണ്. അതിൽ അൽ ജബ്ബാർ എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു തവണ അൽ ജബ്ബാർ എന്ന നാമം കാണാൻ സാധിക്കും. തിരുവചനങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അന്ത്യനാളുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന ധാരാളം സ്ഥലങ്ങളിൽ അൽ ജബ്ബാർ എന്ന നാമത്തെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ വന്നത് സൂറത്തു ഹശ്റിലെ 23-ാമത്തെ വചനമാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ എന്ന് പറയുന്ന ഈ വചനത്തിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങളെ ഒരുമിച്ച് പറഞ്ഞ ആ ഒരു വചനത്തിലാണ് അൽ ജബ്ബാർ എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഹദീസുകളിൽ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. അൽ ജബ്ബാർ എന്ന നാമത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ 3 രൂപത്തിലാണ് അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തത്, അവൻ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ എന്ന ഒരർത്ഥം. ഹുവൽ ആലി അലാ ഖൽഖിഹി, തൻ്റെ അടിമകളിൽ, സൃഷ്ടികളിൽ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവനാണ് അള്ളാഹു. അതായത് അൽ ജബ്ബാർ എന്ന ആ ഒരു നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം, സൃഷ്ടികളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ. ഹുവൽ മുസ്ലിഹു ലിൽ ഉമൂരി, പ്രശ്നങ്ങളെ പരിഹരിച്ച് നന്നാക്കി നൽകുന്നവൻ. ഉദാഹരണത്തിന് രോഗിയാണെങ്കിൽ അവൻ്റെ രോഗത്തെ മാറ്റി ആരോഗ്യം നൽകുന്നവൻ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവൻ, പ്രയാസമുള്ളവൻ, അവൻ്റെ പ്രയാസങ്ങളെ നീക്കി ധന്യത നൽകുന്നവൻ. അതുപോലെ തന്നെ അസുഖങ്ങൾ നീക്കി നൽകുന്നവൻ, അവൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞു. മൂന്നാമത്തത്, ഹുവൽ ഖാഹിറു ഖൽഖിഹി അലാ മാ അറാദ മിൻ അംരിൻ ഔ നഹിയിൻ, അവനാണ്, അള്ളാഹുവിനാണ് അധികാരമുള്ളത്. ഒരു വിഷയം ഹലാലാണോ അതല്ല ഒരു വിഷയം ഹറാമാണോ, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണോ എന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കാനും അത് പറയാനും അവകാശമുള്ളവൻ അത് ജബ്ബാറായ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ എന്നത് ഇവിടെ പ്രത്യേകമായി അൽ ജബ്ബാർ എന്ന നാമം പഠിക്കുമ്പോൾ വിശദീകരണമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു തിരുവചനത്തിൽ അള്ളാഹുവിൻ്റെ അൽ ജബ്ബാർ വന്നത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. സ്വർഗനിവാസികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അവിടെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെട്ടു. എന്നാൽ ദുനിയാവിൽ വച്ച് ചില ആളുകളെ പരിചയമുണ്ടായിരുന്നു, അവരെ ഒന്നും കാണാനില്ലല്ലോ എന്ന രൂപത്തിൽ അള്ളാഹുവിനോട് പരാതി പറയുകയാണ്, അള്ളാഹുവിനോട് ആവലാതി ബോധിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ ഒരു സംസാരത്തെക്കുറിച്ച് പറഞ്ഞത്, റബ്ബന ഇഖ്വാനിന കാനു യുസല്ലൂന മഅന വയസൂമൂന മഅന വയുഹജ്ജൂന മഅന വയുജാഹിദൂന മഅന. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവിൽ ചില ആളുകളുണ്ടായിരുന്നു. അവർ നമ്മുടെ കൂടെ നിസ്കരിച്ചവരാണ്, നമ്മുടെ കൂടെ നോമ്പ് നോറ്റവരാണ്, നമ്മുടെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നവരാണ്, നമ്മുടെ കൂടെ ജിഹാദിന് വന്നവരാണ്. പക്ഷെ അവരെ ആരെയും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഫഅദ്ഖൽതുഹും അന്നാറ, നിങ്ങൾ അള്ളാഹുവേ നീ അവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ അവരെ വിട്ടു നൽകണം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാരുണ്യത്താൽ, അവൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് അവൻ അവരോട് പറയും, ഇദ്ഹബു ഫഅഖ്രിജു മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിനൽ ഈമാൻ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരൂ എന്ന അനുവാദം കൊടുക്കുമത്രേ. അങ്ങനെ അവർ അവരുടെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് ചെന്ന് അവിടെയുള്ള അവർക്കറിയുന്ന രൂപത്തിലുള്ള മൻ അറഫഹും മിൻഹും, അവരിൽ നിന്ന് ആരൊക്കെയാണോ തിരിച്ചറിഞ്ഞത്, ഈമാനുള്ളവരായിക്കൊണ്ട് മനസ്സിലാക്കിയത്, അവരെയൊക്കെ ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുമെന്നാണ്. അതിനുശേഷം വീണ്ടും നബിമാർ ആ രൂപത്തിലുള്ള മോചനം, നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശഫാഅത്ത് ചെയ്യും, മലക്കുകൾ ചെയ്യും, അമ്പിയാക്കന്മാർ ചെയ്യും. അതുപോലെ തന്നെ വിശ്വാസികൾ, മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനോട്
ആവശ്യപ്പെടും. അങ്ങനെ എല്ലാവരുടെയും ശുപാർശകളും എല്ലാവരുടെയും ആവശ്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു, ഫയഖൂലുൽ ജബ്ബാറു ബഖിയ ശഫാഅത്തി. ആ സമയത്ത് ജബ്ബാറായ അള്ളാഹു പറയുമത്രേ, ബഖിയ ശഫാഅത്തി, ഇനി എനിക്കുള്ള ഷഫാഅത്ത് ബാക്കിയാണ്, ഇനി എൻ്റെ ഷഫാഅത്ത് ബാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുമത്രേ. എന്നിട്ട് ഫയഖ്ബിദു ഖബ്ലത്തൻ മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു പിടി ഇങ്ങനെ വാരിയെടുക്കും. അതിലൊരുപാട് ആളുകൾ ഉൾക്കൊള്ളുമെന്നാണ്. അതിലൊരുപാട് ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവരും. ഞാനൊരു ചരിത്ര സംഭവം ഇവിടെ പറഞ്ഞത്, പരലോകത്ത് നടക്കാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും ഷഫാഅത്തിന് ശേഷം പറയുമത്രേ, ഇനി ഫയഖൂലുൽ ജബ്ബാർ, ജബ്ബാർ പറയും എന്നാണ് പ്രവാചകൻ അവിടെ പ്രയോഗിച്ചത്. അപ്പോൾ അൽ ജബ്ബാർ എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും അധികാരമുള്ളവൻ, എല്ലാത്തിനെയും അടക്കി വാഴുന്നവൻ. കാരണം എല്ലാവരുടെയും ചാൻസുകൾ കഴിഞ്ഞതിന് ശേഷം അവസാനമായിക്കൊണ്ട് അള്ളാഹു പറയാൻ, ഫയഖൂലുൽ ജബ്ബാർ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ, ഇനി വിശ്വാസികളായ ആളുകളുടെയും അവസരം കഴിഞ്ഞു, ഇനി അള്ളാഹുവിൻ്റെ അവസരമാണ്. ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ആളുകളെ അള്ളാഹു അവിടെ രക്ഷപ്പെടുത്തുകയാണ്. അതാണ് അൽ ജബ്ബാർ. അള്ളാഹു എല്ലാത്തിനെയും അടക്കി വാഴുന്നവൻ, എല്ലാത്തിനെയും ഭരിക്കുന്നവൻ, എല്ലാ അടിമകളുടെയും മീതയുള്ളവൻ. എല്ലാ അടിമകളും സൃഷ്ടികളും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിനും അള്ളാഹുവിൻ്റെ അധികാരത്തിനും കീഴെയാണ്, താഴെയാണ് എന്നത് നമ്മൾ പ്രത്യേകമായി കൊണ്ട് അൽ ജബ്ബാർ എന്ന നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ അർത്ഥമാണ്. അള്ളാഹു പരലോകവുമായി ബന്ധപ്പെട്ട് അന്ത്യദിനവുമായി ബന്ധപ്പെട്ടൊക്കെ പഠിപ്പിച്ചപ്പോൾ, നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന സംഭവങ്ങളും ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കും, അള്ളാഹു അവൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കുമെന്നാണ്. എന്നിട്ട് രാജാക്കന്മാരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കും, അനൽ ജബ്ബാർ, ഞാനാണ് ജബ്ബാർ, എവിടെയാണ് ഐനൽ ജബ്ബാറൂൻ, ദുനിയാവിൽ ജബ്ബാറികളായി ജീവിച്ചവർ, അഹങ്കാരികളായി കൊണ്ട് ജീവിച്ചവർ എവിടെ പോയിരിക്കുന്നു, ആധിപത്യം നടിച്ചവർ എവിടെ പോയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നതാണ്. അപ്പോൾ സൃഷ്ടികൾ നിസാരന്മാരായി തലകുനിച്ച് നിൽക്കുന്ന ആ ഒരു വേളയിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ യഥാർത്ഥ ആധിപത്യത്തെ തെളിയിച്ചു കൊടുക്കുന്ന, കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം വരും. അതാണ് ഈ ഹദീസൊക്കെയും നമുക്ക് അർത്ഥമാക്കി നൽകുന്നവൻ. ഈ ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് അർത്ഥമാക്കി ലഭിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല സർവ്വ രാജാക്കന്മാരുടെയും രാജാധിപനാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർവ്വ അധികാരികളുടെയും ഉടമസ്ഥനാണ്, സർവ്വ അധികാരങ്ങളും ഉള്ളവനാണ് എന്ന് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ദുനിയാവിലെ അഹങ്കാരികളും സ്വേച്ഛാധിപതികളുമെല്ലാം അന്ന് നിശ്ചലമായിക്കൊണ്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരവസ്ഥ, അള്ളാഹു അൽ ജബ്ബാർ എന്ന് തിരിച്ചറിയുന്ന ഒരു രംഗം നാളെ പരലോകത്ത് വരാനുണ്ട് എന്നതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും മേലെയാണ്, മീതയാണ്. എല്ലാ അടിമകളും അള്ളാഹു അൽ ജബ്ബാറായ അള്ളാഹുവിൻ്റെ അധികാരത്തിനും അതുപോലെ തന്നെ ആധിപത്യത്തിനും കീഴിലാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു നാമം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ വിശേഷണം അടിമകൾക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മുമ്പൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അള്ളാഹുവിൻ്റെ നാമം പഠിച്ചപ്പോൾ ആ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്നുണ്ടാകുന്ന ചില ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് പഠിച്ചിരുന്നത്. എന്നാൽ അൽ ജബ്ബാർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിന് മാത്രം ഉണ്ടാകേണ്ട ഗുണമാണത്. ഒരിക്കലും ഒരു അടിമയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. താനെന്ന ഭാവം, എല്ലാ അധികാരവും എനിക്കാണ്, എൻ്റെ കീഴിലാണ് എല്ലാ ആളുകളും എന്ന ഒരു ദുസ്വഭാവം, ഒരു അഹംഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ പരലോകത്ത് വരാനിരിക്കുന്ന ഒരു വിപത്തിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സൂചിപ്പിച്ച് നൽകുന്നുണ്ട്. യഖ്റുജു ഉനഖു മിനന്നാർ, നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് ഒരു കഴുത്തിങ്ങനെ പുറത്തേക്ക് വരും എന്നാണ്. ആ കഴുത്തിൻ്റെ പ്രത്യേകത ലഹു ഐനാനി, രണ്ട് കണ്ണുകളുണ്ട്, തുബിസിറാൻ, അത് രണ്ടും എന്ത് ചെയ്യും, അത് കാണും. കഴുത്തിന് രണ്ട് കണ്ണുണ്ട്, ആ രണ്ട് കണ്ണുകൊണ്ട് അത് കാണുക തന്നെ ചെയ്യും. വ ഉദ്നാൻ,
2 ചെവികളുണ്ട്, തസ്മആൻ, ആ 2 ചെവികൾ കൊണ്ട് കേൾക്കുകയും ചെയ്യും. വലിസാനുൻ യൻതിഖു, അതിനൊരു നാവുണ്ട്, അത് സംസാരിക്കും. കഴുത്തിന് 2 കണ്ണും 2 ചെവിയും ഒരു നാവുമുണ്ട്. ആ 2 കണ്ണുകൾ കൊണ്ട് കാണുകയും ചെവികൾ കൊണ്ട് കേൾക്കുകയും നാവ് കൊണ്ട് സംസാരിക്കുകയും ചെയ്യും. എന്നിട്ട് യഖൂലു ഇന്നി ഉക്കിൽതു ബി സലാസത്തിൻ, എന്നിട്ട് എന്താണ് സംസാരിക്കുന്നത്? ആ കഴുത്തെന്ത് സംസാരിക്കും? ഇന്നി ഉക്കിൽതു ബി സലാസത്തിൻ, 3 ആളുകളെക്കുറിച്ചുള്ള വിഷയത്തിൽ ഞാൻ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവനാണ്. അതായത് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവനാണ്. അതിൽ ഒന്നാമതായി എണ്ണുന്നത് ആരാണ്? ബിക്കുല്ലി ജബ്ബാരിൻ അനീദ്, അഹങ്കാരികളായ, ധിക്കാരികളായ, സ്വേച്ഛാധിപതികളായ ആളുകൾ. അവരുടെ വിഷയത്തിൽ അവർക്ക് ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കുവാനും വേണ്ടിയിട്ടാണ് ആ കഴുത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നിങ്ങനെ പുറത്തു കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ നരകത്തിൽ ഏറ്റവും അപമാനകരമായ ഒരു ശിക്ഷയായിരിക്കും അത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അധികാരം ലഭിച്ചവർ, അതുപോലെ തന്നെ തൻ്റെ കീഴിൽ ആളുകളുണ്ട് എങ്കിൽ അവരുടെ വിഷയത്തിൽ ഒക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇവിടെ ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഈ അധികാരമുണ്ട് എന്നതുകൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്തലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിസ്സാരന്മാരായി കാണുകയോ അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല എന്നത് പ്രത്യേകം ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തെടുക്കേണ്ട, മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ കുറിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ആശയം നമ്മൾ മനസ്സിലാക്കിയത് അടിമകളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ എന്ന അർത്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ്. നമ്മൾക്ക് നിസ്കാരത്തിൽ 2 സുജൂദുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി എന്ന് പറയുന്ന ആ പ്രാർത്ഥന. അതിൽ അള്ളാഹുവിൻ്റെ അൽ ജബ്ബാർ എന്ന നാമത്തെ അർത്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവെ എൻ്റെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ നീ പരിഹരിച്ചു നൽകണമേ എന്ന പ്രാർത്ഥനയാണ് അവിടെ നടത്തുന്നത്. പലപ്പോഴും നമ്മൾ ആ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അള്ളാഹു അൽ ജബ്ബാറാണ്, അതുകൊണ്ട് അള്ളാഹുവെ നീ എനിക്ക് ആ ഒരു പ്രതിസന്ധികൾ നീക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സന്ദർഭത്തിൽ ചെയ്യുന്നത്. പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ, പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് അതിനുള്ള ശരിയായ പരിഹാരം നൽകുന്നവൻ, അതാണ് അൽ ജബ്ബാർ, അവനാണ് അൽ ജബ്ബാർ. ചരിത്രത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഫിർഔനിൻ്റെ പ്രയാസപ്പെടുത്തലുകളിൽ നിന്ന് അവസാനം ഫിർഔൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലുമെന്ന അവസ്ഥയെത്തിയപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം നാടുവിടുകയാണ്. അങ്ങനെ കിട്ടിയതും കൊണ്ട് നാടുവിട്ടു, മദിയനിലേക്കെത്തി. കയ്യിലൊന്നുമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. ആ ഒരു സന്ദർഭത്തിൽ ഒരു സ്ഥലത്തിരുന്നപ്പോൾ 2 സ്ത്രീകൾ വെള്ളമെടുക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ്. അവിടെ ആടിനെ മേയ്ക്കാൻ വന്നവർ, ആണുങ്ങളായ പുരുഷന്മാരായ ആളുകൾ അവിടെ വെള്ളമെടുത്തുകൊണ്ടിരുന്നപ്പോൾ വെള്ളമെടുക്കാതെ മാറി നിന്നു. അവിടെ മൂസാ നബി അലൈഹിസ്സലാം അവരോട് ആ പാത്രം വാങ്ങി വെള്ളമെടുത്ത് അവർക്ക് അവരെ സഹായിച്ചു കൊടുത്തു. അവരെല്ലാവരും പോയി. വിദേശത്ത് നിന്ന് നാട് വിട്ട് വന്ന് മദിയനിലേക്ക് എത്തിയ ആ മൂസാ നബി അലൈഹി സ്വലാമിനെ സഹായിക്കാൻ ആരുമില്ല. എല്ലാവരും പോയി. മൂസാ നബി അലൈഹി സ്വലാം സഹായിച്ച ആ 2 സ്ത്രീകളും പോയി. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം അവിടെ പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇന്നി ബിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ തരുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ ഫക്കീറാണ്, നീ ഇറക്കിത്തരുന്ന എല്ലാ ഖൈറിലും ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഫക്കീറായിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ സഹായവും കാത്തിരുന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ആ 2 സ്ത്രീകളും, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സഹായം ലഭിച്ച ആ 2 സ്ത്രീകളും വീട്ടിൽ പോയി ഉപ്പയോട് കാര്യങ്ങൾ പറയുന്നു. അവസാനം ആ ഉപ്പ മൂസാ നബി അലൈഹി സ്വലാമിന് ആ വീട്ടിൽ അഭയം നൽകുകയും തൻ്റെ 2 പെൺമക്കളിൽ ഒരാളെ ഭാര്യയായി കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെട്ടു. അള്ളാഹു അൽ ജബ്ബാർ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ്റെ ആവശ്യങ്ങളെ നിർവഹിച്ചു നൽകുന്നവൻ, പരിഹരിച്ചു നൽകുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാർദ്ധക്യത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മക്കളെ നൽകണമേ എന്ന്. സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം, റബ്ബി ലാ തദർനി
ഫർദ, അള്ളാഹുവെ നീ എന്നെ ഇങ്ങനെ വാലറ്റവനായിക്കൊണ്ട് അല്ലെങ്കിൽ ഒറ്റക്കാക്കിക്കൊണ്ട് ഇനി അനന്തരമെടുക്കാനില്ലാത്തൊരവസ്ഥയിൽ നീ എന്നെ ഒറ്റക്കാക്കി വിടരുതേ എന്ന് സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ അവസ്ഥ ആഖിറ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതായത് ഇനി ഗർഭം സ്വീകരിക്കാൻ കഴിയാത്ത അത്രയും അവസ്ഥയിലേക്ക് എത്തി, വാർദ്ധക്യത്തിലെത്തി, ഇനി ഒരിക്കലും പ്രസവിക്കാനോ ഗർഭം സ്വീകരിക്കാനോ കഴിയുകയില്ല എന്ന അവസ്ഥയിലും സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മറുപടി പറഞ്ഞല്ലോ, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ. അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും അങ്ങനെ ഒരു സമ്മാനമായി കൊണ്ട് യഹ്യ അലൈഹിസ്സലാമിനെ നൽകുകയും ചെയ്തു എന്നാണ്. ഇവിടെ കുട്ടിയെ നൽകുക എന്നത് മാത്രമല്ല, ആ കുട്ടിക്ക് ഏറ്റവും നല്ല നാമം അള്ളാഹു സുബ്ഹാനഹു തആല സെലക്ട് ചെയ്ത് കൊടുത്തു എന്നതും അതിൽ കൂടുതലായി കിട്ടിയ അനുഗ്രഹമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ജബ്ബാർ എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളെ കണ്ടറിയുന്നവനാണ്, നമ്മുടെ തേട്ടങ്ങളെ അറിയുന്നവനാണ്. ആ തേട്ടങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ, ആവശ്യങ്ങളെ നിർവഹിച്ചു നൽകാൻ കഴിയുന്നവനാണ് അൽ ജബ്ബാറായ അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഏത് കുറവിനെയും പരിഹരിക്കാൻ കഴിയുന്നവൻ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ വിശ്വാസം ഒന്നുകൂടി ശരിയാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ചിലപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പറയുന്നത് എന്ത് പ്രയാസമാണ് ഇങ്ങനെ, എപ്പോഴും പ്രയാസമാണല്ലോ എന്ന ചില പറച്ചിലുകൾ നമ്മുടെ നാവിൽ നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പ് നോക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തേ അള്ളാഹു നമ്മെ ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്ന ചില വാക്കുകൾ ഈമാനിൻ്റെ ദൗർബല്യ സന്ദർഭങ്ങളിൽ വരാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്കതൊരു ന്യൂനതയാണ് എങ്കിൽ അള്ളാഹു അത് പരിഹരിക്കാൻ അൽ ജബ്ബാറാണ്, അവനത് പരിഹരിച്ചു നൽകും. എന്നാൽ അത് പരിഹരിക്കാതിരിക്കലാണ് ഖൈർ എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും അത് ചെയ്യുകയില്ല. ചില ആളുകൾക്ക് അള്ളാഹു മക്കളെ നൽകുമ്പോൾ ആൺമക്കളെ മാത്രം നൽകും, ചില ആളുകൾക്ക് അള്ളാഹു പെൺമക്കളെ മാത്രം നൽകും, ചില ആളുകൾക്ക് അള്ളാഹു ആണും പെണ്ണും ഇടകലർത്തി നൽകും. അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അതാണ് ഉചിതമെന്ന് അള്ളാഹുവിനറിയാം. അൽ ജബ്ബാറായ അള്ളാഹുവിനെ അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ടാണ് അവൻ ആ രൂപത്തിൽ അവൻ നടപ്പിലാക്കുന്നത്, അവൻ സൃഷ്ടിക്കുന്നത്, സംവിധാനിക്കുന്നത്. ഒരിക്കലും അള്ളാഹു അൽ ജബ്ബാർ എന്ന നാമത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഒരു പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്ന ഒരു വർത്തമാനവും ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല തൻ്റെ അടിമകളെ പ്രയാസപ്പെടുത്തുകയില്ല. അടിമകളുടെ കുറവുകളെ പരിഹരിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. രോഗിയായാൽ അവന് ആരോഗ്യം നൽകും, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാണോ അവന് സമ്പത്ത് നൽകും, ആവശ്യമുള്ള രൂപത്തിൽ ആവശ്യമുള്ള സമയത്ത് അവന് നൽകും. അതാണ് അൽ ജബ്ബാർ. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ചില നിയമങ്ങൾ അനുവദിച്ചു നൽകിയിട്ടുണ്ട്, ചിലതിനെ നിരോധിച്ചിട്ടുമുണ്ട്. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട അൽ ജബ്ബാർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരർത്ഥമാണ്, അവൻ ചിലതിനെ അനുവദിച്ചു, ചിലതിനെ അനുവദിച്ചിട്ടില്ല. അനുവദിക്കാത്തതിൽ ചില കാരണങ്ങളുണ്ട്. കള്ളുകുടി ഹറാമാണ്, തിന്മയുടെ മാതാവാണ് മദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നും പഠിപ്പിച്ചു. മദ്യപാനം എന്നത് വലിയ വിപത്താണ് എന്ന് സമൂഹം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി അത് നിരോധിച്ചിട്ടുണ്ട്. അതിന് കഴിവുറ്റവനും അധികാരമുള്ളവനും അള്ളാഹു മാത്രമാണ്. അള്ളാഹു അനുവദിച്ചതിനെ തടയാനൊരാൾക്കും പാടില്ല, അള്ളാഹു തടഞ്ഞതിനെ അനുവദിക്കാനും ഒരാൾക്കും അവകാശമില്ല. അതിനവകാശമുള്ളവൻ അൽ ജബ്ബാറായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയുക, കൂടുതൽ പഠിക്കുക. ഈ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ഗുണവിശേഷണങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കി തീർക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.